പിന്നെ ഇതിൽ വളരെ രസകരമായ കാര്യം എന്താ വെച്ചാല്, ശ്യാംകുമാർ ഒരു വ്യാജ പണ്ഡിതനാണ്. ഞാനിത് തുറന്നു പറയാണ്. ശ്യാംകുമാർ ഡോക്ടറേറ്റ് ഉണ്ട്. അത് തന്ത്രത്തിന്റെ എന്തോ ഒരു 3-4 പുസ്തകം മുമ്പിൽ വെച്ചിട്ട് പരത്തി എഴുതിയ സാധനമാണ്. ഈ ശ്യാംകുമാറിനെ ഈ ജനം ടിവിയിലൂടെ ഞാൻ ഇതാ വെല്ലുവിളിക്കുകയാണ്. രാമായണത്തെ പറ്റി തുറന്ന ഒരു ചർച്ച എവിടെയാണെങ്കിലും നമുക്ക് സംവദിക്കാം. ഈ തട്ടിപ്പും പിപ്പിടി വിദ്യയൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പണ്ട് ഇതുപോലെ നമ്മുടെ ഷിബുസ്വാമിയെയും വെല്ലുവിളിച്ചതാണ്. പിന്നെ അതേ ഇങ്ങോട്ട് വന്നു. അല്ല, വെല്ലുവിളിച്ച നിങ്ങളല്ല എന്റെ ചേട്ടാ. ഞാൻ കാശില്ലാത്ത ഒരാളാണ്. വേദി ഒരുക്കാനും സംഘടന എനിക്കില്ല. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അന്ന് വരാതെ പോയതാ. അവര് വരില്ലെന്നേ. അതാ ശ്യാംകുമാറും വരില്ല. വന്നാൽ തന്നെ 100% ഞാൻ പിന്നെ അവസാനം തോറ്റു കഴിയുമ്പോ ബ്രാഹ്മണൻ മറ്റേ ഹെജിമണി സഭ അതൊന്നും പറയാൻ പാടില്ല. ഇത് നമ്മളിവിടെ തർക്കം. അല്ല, ഒറ്റ കാര്യം, രാമായണത്തെ ഞാനിപ്പോ ഒന്നുകൂടി പറയട്ടെ. രാമായണത്തെ ബേസ് ചെയ്തിട്ടാണ് തർക്കം. ഈ കോഴിക്കോട് സർവകലാശാലയിൽ NVP ഉണിത്തിരി മാഷുണ്ടായിരുന്നു. ഡോക്ടർ NVP ഉണിത്തിരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചായ വാങ്ങിക്കൊടുത്ത് ജീവിച്ചിരുന്ന ആളാണ്. പാർട്ടി ഓഫീസിൽ ചായ വാങ്ങിക്കൊടുക്കായിരുന്ന ആളെ പണി. പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ? പാർട്ടിയുടെ ചെരുപ്പ് തുടച്ചു കൊടുത്ത് ജീവിച്ചിരുന്ന മാഷാണ്. ഞാൻ പറഞ്ഞതിന് ഒരു വിഷമവും വേണ്ട. രാമനെ നിങ്ങൾക്ക് വിമർശിക്കാമെങ്കിൽ എനിക്ക് ഉണിത്തിരി വിമർശിക്കാം. ഉണിത്തിരി രാമായണ പഠനവും മറ്റും എന്നൊരു പുസ്തകം എഴുതി. പണ്ട് 90s രാമായണ പഠനവും മറ്റും. ആ പുസ്തകത്തിൽ പറഞ്ഞതല്ലാതെ ഒരു പോയിന്റ് പോലും ശ്യാംകുമാർ ഈ ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. അതിന്റെ അർത്ഥം ഇത് ശ്യാംകുമാറിന്റെ ചിന്താ മണ്ഡലത്തിൽ വിരിഞ്ഞ ചില കുസുമങ്ങളൊന്നുമല്ല. NVP മാഷയുടെ പുസ്തകം അവിടെ എടുത്തു വെച്ചിട്ട് യവൻ എഴുതി വെച്ച സാധനങ്ങളാണ് ഈ മാധ്യമത്തിലൂടെ ഛർദ്ദിച്ചു വെച്ചിരിക്കുന്നത്. ഐ ഡോണ്ട് ഒപ്പോസ് ഹിം. അയാൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അയാളെ ഒരിക്കലും എഴുതണ്ടെന്ന് പറയില്ല, കൈവെട്ടുന്നു ഞാൻ പറയില്ല. അതായത് എന്നെ അറിയുന്ന എന്റെ സാഹിത്യ അക്കാദമിയുടെ അടുത്തൊരു പുരസ്കാരം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം പുരസ്കാരത്തിൽ അർഹരായവരുടെ യോഗ്യതയൊക്കെ താങ്കൾക്ക് അറിയാലോ. അതെ, വ്യാജ ചെമ്പോല നിർമ്മിച്ച വ്യാജ ചരിത്ര പണ്ഡിതൻ രാഘവാര്യര്. നോക്കണം, രാഘവാര്യരെ പോലെ ഒരു, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ ഒഥല്ലോയിലാണെന്ന് തോന്നുന്നു. ഒഥല്ലോയിൽ ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മുടെ മലയാളത്തിൽ, അത് കളിയാട്ടത്തിൽ പനിയനായിട്ട്. പനിയനെ പോലെ ഒരാളാണ് ഈ രാഘവാര്യര്. കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ നീചനാണ് ഈ രാഘവാര്യർ. ചെമ്പോല കേസൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ പല ആളുകളുടെയും ചെമ്പ് തെളിഞ്ഞു പോയനെ. GN പിള്ള അവാർഡ് വൈജ്ഞാനിക സാഹിത്യത്തിന്, ഇസ്ലാമിക ഫെമിനിസം, ഉമ്മുൽ ഫൈസ, അവർക്കാണ് അവാർഡ് ഇപ്രാവശ്യം. നമ്മളെ ബിന്ദു ടീച്ചറെ ഭർത്താവ് വിജയരാഘവൻ അറബി സാഹിത്യത്തിലായിട്ടാണ്, ഇസ്ലാം സ്റ്റഡീസിലാണ് ഡോക്ടറേറ്റ്. അത് മനസ്സിലാക്കിയോ? CPM-ന്റെ വിജയരാഘവൻ. നമ്മുടെ ബിന്ദു ടീച്ചറെ ഉന്നത വിദ്യാഭ്യാസ തലയിൽ വീട് കൊണ്ടു നടക്കുന്ന ടീച്ചറിലെ ഹെഡ് ഇൻ മൈ ഹൗസ്, ആ ടീച്ചറുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും ഉള്ള സ്ത്രീയാണ്. അവർ ഞാൻ ഫേസ്ബുക്കിൽ ചർച്ച ചെയ്ത് എന്നെ തെറി വിളിച്ച് ഓട് ചെയ്ത്, ഞങ്ങളെ ബ്രാഹ്മണ സാമ്പാറാണ് മറ്റാന്ന് പറഞ്ഞിട്ട് ഓട് ചെയ്ത്. മനസ്സിലായില്ലേ? അതുപോലെ അവരുടെ ഭർത്താവ്, ഇതിപ്പോ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, അവരുടെ ഭർത്താവിന് പോലും ഇസ്ലാമിക സാഹിത്യത്തിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇറ്റ് ഹസ് ഓൾറെഡി ബീൻ ഹൈജാക്ട്. ഇവിടെ കമ്മ്യൂണിസം എന്നോ മതേതരത്വം എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമിനെ പണം കൊടുത്ത് മെരുക്കി സ്വന്തം ലായത്തിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ദേ കാന്റ് സ്പീക്ക് അഗൈൻസ്റ്റ് ഇസ്ലാമിക് ഫോഴ്സസ്. അത് ഉറപ്പാണ്. ഞാൻ പറയുന്നത് ശ്യാംകുമാറിനെ ഈ രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഒരു തർക്കത്തിന് ശ്യാംകുമാർ ഇത് കേൾക്കും എന്തായാലും. അയാൾ ഇത് വരണം. കുറെ കാലമായിട്ട് അയാൾ നാരായണ ഗുരുവിനെ വെച്ച് ഉരുട്ടുന്നുണ്ട്. നാരായണ ഗുരു അല്ലാത്ത പ്രമാണങ്ങളും ഹിന്ദുക്കൾക്കുണ്ട്. വേദം മുതൽ ശങ്കരാചാര്യർ വരെ, അല്ല പോട്ടെ, ഇനി അത് ജാതി പറയേണ്ടത്, അല്ലാത്ത പ്രമാണം വ്യാസൻ മുതൽ ഉള്ള പ്രമാണങ്ങളുണ്ട്. അത് പഠിച്ചവരുണ്ട്. ആ രീതി തർക്കിക്കാം. അല്ലാതെ ഏകപക്ഷീയമായിട്ട് മാധ്യമം തരുന്ന പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ എഴുതുന്ന വിഡ്ഢിത്തരവും വേണ്ടാധീനമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇവന് ഒരുപാട് അവസരം കൊടുക്കുന്ന, ഇവനെ പറ്റി ചർച്ച ചെയ്തിട്ട് നമ്മൾ ഇയാളെ പ്രശസ്തനാക്കുന്നു എന്നൊരു പ്രശ്നം ചിലർ പറയാറുണ്ട്. അതൊക്കെ കഴമ്പില്ല. ഒരു വിമർശനം ഉന്നയിച്ച് അതിന് മറുപടി പറയണം. അതാണ് എന്റെ രീതി. അല്ലാണ്ട് അയാളെ നമ്മൾ വെറുതെ പ്രശസ്തനാക്കേണ്ട, അതൊന്നും ന്യായമല്ല. അയാൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് NVP ഉണിത്തിരി മാഷ പുസ്തകം നോക്കി എഴുതിയതാണ്. ഇയാളുടെ തലയിൽ വിരിഞ്ഞല്ല. ഇയാൾ രാമായണം മുഴുവൻ വായിച്ചിട്ടില്ല. ഇയാളുടെ സംസ്കൃത ഉച്ചാരണം കേട്ടാൽ അറിയാം. സംസ്കൃതത്തിന് അടിസ്ഥാന ശബ്ദ പാഠങ്ങൾ പോലും അയാൾക്ക് അറിയില്ല. അത് നമുക്ക് തർക്കത്തിന് വിട്ടേക്കാം. ഓക്കെ, ഡോക്ടർ TS ശ്യാംകുമാർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ വേദി ഒരുക്കും. വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടോ എന്ന് ശ്യാംകുമാർ അറിയിക്കുക.